മെയ് മാസം 14-ാം തീയതി ക്രിസ്തുവർഷം 2025. പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ഒരിക്കൽ കൂടി ദൈവകൃപയാൽ വിൻസെൻ്റ് തോമസ്. എനിക്ക് ദൈവം നൽകുന്ന ഓരോ പുതിയ അവസരങ്ങൾക്കായിട്ടും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു കൃപ നടത്തുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായൊരു കാര്യം തന്നെയാണ്. സന്ദേശം കേൾക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം എഫേസ്യ ലേഖനം 6-ാം അധ്യായം, അതിൻ്റെ 10 മുതൽ 20 വരെയുള്ള 10 വാക്യങ്ങളാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചിരിപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പകളെ ഒക്കെയും കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശിരശസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണശ്രദ്ധ കാണിപ്പിൻ. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാധിപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പിൻ. നമുക്ക് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ദൈവവചനത്തിൻ്റെ രചയിതാവായ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നമ്മുടെ ഹൃദയങ്ങൾക്ക് പ്രകാശം ലഭിക്കുവാൻ, സത്യം മനസ്സിലാക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ഞങ്ങൾ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടത്തേക്ക് ഞങ്ങൾ നന്ദിയും സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ രക്ഷിതാവും ആയിരിക്കയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുന്ന് ശക്തനും ആർക്കും അവിടത്തോട് ജയിക്കാൻ പറ്റാത്തവണ്ണം അതിശക്തിയുള്ള ദൈവമായിരിക്കാൽ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. നിൻ്റെ ശക്തിയിലും നിൻ്റെ ബലത്തിലും ഞങ്ങൾക്ക് ആശ്രയിക്കാൻ, നിൻ്റെ പുത്രനിലൂടെയുള്ള രക്ഷ ഞങ്ങൾക്ക് കൈവശമാക്കി അതിൽ ധൈര്യത്തോടെ ജീവിക്കാൻ തക്കവണ്ണം ഞങ്ങൾ ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ പഠിപ്പിക്കണമേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. വിശേഷത ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവീയത്തിനും ദൈവീയ കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. നാം പഠിച്ചു വരുന്ന വിഷയം സുവിശേഷം ശ്രവിച്ച് യേശുക്രിസ്തുവിൻ്റെ മരണത്തിനും പുനരുദ്ധാനത്തിനും വിശ്വസിച്ചവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വസിക്കുന്നതോടുകൂടെ അവൻ്റെ ആത്മീയ ജീവിതം ആരംഭിക്കുകയാണ്. ആ ആത്മീയ ജീവിതത്തിന് നമ്മൾ കൊടുത്തിരുന്ന വേറൊരു പേരാണ് ക്രൈസ്തവ ജീവിതം. കാരണം ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ പിൻപറ്റുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭം, ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടുകൂടി ആരംഭിക്കുകയാണ്. തുടർന്ന് ഇങ്ങനെ വിശ്വസിച്ചവരുടെ പ്രസംഗങ്ങളും അവരുടെ ജീവിത ശൈലിയും നാം പരിശോധിക്കുമ്പോൾ, തിരുവചനത്തിൽ നിന്ന് പരിശോധിക്കുമ്പോൾ അവർ ധൈര്യമുള്ളവരായി തീർന്നു എന്ന് കാണാൻ കഴിയും. എന്നാൽ അന്ത്യന്യായവിധിയിൽ നാം കാണുന്നത് പല തരത്തിലുള്ള ആൾക്കാരാണ് അന്ത്യന്യായവിധിയിലേക്ക് പ്രവേശിക്കുകയും നിത്യമായി ദൈവത്തിൽ നിന്ന്
വേർപെടുത്തുകയും ചെയ്യപ്പെടുന്നത്. അതിലൊരു വിഭാഗം ആൾക്കാരാണ് ഭീരുക്കൾ. അപ്പോൾ ഭീരുത്വം, ഭയം, അതിന് എതിർവാക്യമാണ് ധൈര്യം എന്നുള്ളത്. അതിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ കാരണം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ ഒരു പോരാട്ടമുണ്ട്. വലിയ പോരാട്ടം നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് ഭൗതികമായ ലോകത്തിൽ, കാരണം ഇത് ദുഷ്ടൻ്റെ ലോകമാണ്. ലോകം മുഴുവനും ദുഷ്ടൻ്റെ അധീനതയിലെന്ന് വേദോസം പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് അവൻ്റെ അധീനതയിലുള്ള ജീവിതം വളരെ ദുഷ്കരമാണ്. അപ്പോൾ അതിനുള്ള മോചനത്തിന് നമുക്ക് ധൈര്യം ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ പോരാട്ടം നമ്മൾ വായിച്ചതുപോലെ അത് ജഡരക്തങ്ങളോടല്ല. എന്നാൽ ജഡരക്തങ്ങളും ശക്തമായ എതിർപ്പ് നടത്തുന്നുണ്ട്. നമുക്കറിയാം, ആദിമ സഭയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയവർ, കലഹമുണ്ടാക്കിയവർ, ക്രിസ്ത്യാനികളെ വേട്ടയാടി ജയിലിലടയ്ക്കുവാനും കൊല്ലുവാനും ഇടയായിത്തീരുന്നത് യഹൂദന്മാർ തന്നെയാണ്. അത് ഞാൻ യഹൂദന്മാർക്കെതിരായിട്ടുള്ള ഒരു ആൻറ്റിസെമിറ്റിസം എന്നുള്ള രാഷ്ട്രീയത്തിലല്ല ഞാൻ പറയുന്നത്. ഞങ്ങൾ പ്രോ സെമിറ്റിക്കാണ്, പ്രോ ഇസ്രായേലാണ്. എന്നാൽ അവർ വളരെ പ്രശ്നങ്ങളുണ്ടാക്കി എന്ന് പരിച്ഛേദനക്കാർ വളരെ പ്രശ്നങ്ങളുണ്ടാക്കിയത്. അങ്ങനെ വലിയൊരു പോരാട്ടത്തിൻ്റെ മുൻപിലാണ് സുവിശേഷം കേട്ട് ഒരു വ്യക്തി യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ഈ പോരാട്ടം ആരംഭിക്കുന്നത്. എന്നാൽ പോരാട്ടം ആരംഭിക്കുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാൻ, അതിൽ വിജയം പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണ്. പുത്രനെ നൽകിയ സ്നേഹവചനം ബാക്കിയെല്ലാം നൽകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുമെന്നുള്ളത് തന്നെയാണ്. ഞാൻ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യമാണ് നിങ്ങളോട് പറയുന്നത്. പുത്രനെ നൽകി സ്നേഹിച്ച സ്നേഹവാനായ പിതാവ് ബാക്കിയെല്ലാം നൽകുമോ എന്ന് ചോദിച്ചാൽ തരും, തീർച്ചയായിട്ടും. അതുകൊണ്ട് ഈ ധൈര്യം നമുക്ക് ലഭിക്കാം. കാരണം പത്രോസിന് ലഭിച്ചു, യാക്കോബിന് ലഭിച്ചു, ആദിമ സഭയിലെ വിശ്വാസികൾക്ക് ലഭിച്ചു, പൗലോസിന് ലഭിച്ചു, അപ്പസ്തലനായ പൗലോസിന് ലഭിച്ചു. അതുകൊണ്ട് നമുക്കും അത് ലഭ്യമാണ്. അതാണ് ആ ഒരു വിഷയം, നമ്മുടെ വിഷയം. അതിനെക്കുറിച്ച് നമുക്ക് ആത്മീയ ജീവിതത്തെക്കുറിച്ച് ഞാൻ മൂന്നാമതായിട്ട് നിങ്ങളോട് സംസാരിക്കും. അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ ഈ സമകാലിക വാർത്തകളാണ്. ഇന്ന് ഈ വർഷം ജനുവരി മുതൽ ലോകം വലിയ ഒരു മാറ്റത്തിലൂടെ കടന്നു പോവുകയാണ്. അതിൻ്റെ സ്ലോഗൻ എന്ന് വെച്ചാൽ, ഇന്നത്തെ ലോകത്തിൻ്റെ സ്ലോഗൻ എന്ന് വെച്ചാൽ പീസ്, പ്രോസ്പെരിറ്റി ആൻഡ് സെക്യൂരിറ്റിയാണ്. വേദപുസ്തകം പറയുന്നത് സമാധാനം, സമാധാനം, സുരക്ഷ, സുരക്ഷ എന്ന് പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ കഷ്ടം വരുമെന്നാണ്. എന്നാൽ അതിനോട് കൂടെ ഇന്ന് ചേർക്കപ്പെടുന്ന ഒരു പ്രഖ്യാപനമാണ് പ്രോസ്പെരിറ്റി, സമൃദ്ധി. അപ്പോൾ സമാധാനം, സാമ്പത്തിക സമൃദ്ധി, വ്യക്തിപരമായിട്ടും രാഷ്ട്രപരമായിട്ടും നമുക്കുള്ള സുരക്ഷിതത്വം, ഇതാണ് ഇന്നത്തെ സമകാലിക ലോകം ഈ ജനുവരി മാസം മുതൽ ആരംഭിച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അമേരിക്കയിൽ നടന്ന വിപ്ലവകരമായ ഒരു വിജയത്തിൻ്റെ ഭാഗമായിട്ട് അത് തുടങ്ങിയിരിക്കുകയാണ്. ഡൊണാൾഡ് ജെ ട്രംപ് എന്ന് പറയുന്ന വ്യക്തി വീണ്ടും അമേരിക്കയുടെ പ്രസിഡൻ്റായി സ്ഥാനമേറ്റു. തുടർന്നുള്ള നമ്മൾ ചരിത്രം നോക്കിയാൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനോടുള്ള ബന്ധത്തിൽ നിങ്ങളെ അല്പമായിട്ടൊന്ന് ബോധ്യപ്പെടുത്താൻ തക്കവണ്ണം ഞാൻ അല്പം ജസ്റ്റ് ഒരു കാര്യം വായിച്ച് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ചിന്താശകലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം, 9-ാം വാക്യത്തിൻ്റെ 27-ാം വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. അതിൻ്റെ ഒരു നല്ല ഭാഗം, ആ നല്ലൊരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ അനുമാനിക്കുകയാണ്. അനുമാനമാണത്.
ഇതൊരു പ്രഖ്യാപനമല്ല, അനുമാനമാണ്. അത് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിന് 27-ാം വാക്യം വായിക്കുന്നത്, ദൈവം യാഫേത്തിനെ വർദ്ധിപ്പിക്കട്ടെ, അവൻ ശേമിൻ്റെ കൂടാരങ്ങളിൽ വസിക്കും. ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങൾ. നമുക്കറിയാം, നോഹയും നോഹയുടെ 3 പുത്രന്മാരും അവരുടെ ഭാര്യമാരും, നോഹയുടെ ഭാര്യ ഉൾപ്പെടെ 8 പേര് മാത്രമാണ് ജലപ്രളയത്തിന് ശേഷം ഈ ഭൂമിയിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ ജനങ്ങളുടെ ആരംഭം ഈ 3 കുടുംബങ്ങളിൽ നിന്നാണ്, 3 ദമ്പതികളിൽ നിന്നാണ്. അതിൽ ഒന്ന് യാഫേത്ത്, ഒന്ന് ഷേം, ഒന്ന് ഹാം. അങ്ങനെ 3 വ്യക്തികളാണ്. ഇംഗ്ലീഷിൽ ജാഫേത്ത്, ഷേം ആൻഡ് ഹാം, 3 പീപ്പിൾ. ഇതിൽ നിന്നാണ് നമ്മളിന്ന് കാണുന്ന ഞാനും നിങ്ങളും ജനിച്ചിരിക്കുന്നത്. ഈ 3 പേരിൽ നിന്നാണ്. എന്നാൽ വിവിധ വിവാഹങ്ങളും മറ്റൊക്കെ വഴി ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ ജനറ്റിക്സിൽ വന്നിട്ടുണ്ട്, മിക്സ്ഡ് മാരേജസ് വഴി. എന്നാൽ ഈ 3 വ്യക്തികളിൽ യാഫേത്തിനെ ദൈവം വർദ്ധിപ്പിക്കട്ടെ എന്ന്. അപ്പോൾ യാഫേത്ത് ആരാണ്? തീർച്ചയായിട്ടും വേദപുസ്തകം പറയുന്ന നോഹയുടെ ഒരു മകനാണ് യാഫേത്ത്. ഈ യാഫേത്തിനെ ദൈവം വർദ്ധിപ്പിക്കട്ടെ ഒന്ന്. രണ്ടാമത് ഷേം എന്ന് പറയുന്ന മകൻ, അവൻ ഈ യാഫേത്ത് ഷേമിൻ്റെ കൂടാരങ്ങളിൽ വസിക്കും എന്ന് പറഞ്ഞാൽ യാഫേത്തും ഷേമും തമ്മിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഇന്ന് ഈ ജനുവരി മുതലുള്ള ഈ ലോക ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഇത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യാഫേത്തിൻ്റെ വർദ്ധിച്ചു വന്ന ജനങ്ങൾ ആരാണ്, ഷേമിൻ്റെ ജനങ്ങൾ ആരാണ് എന്നുള്ളത് നമുക്ക് അല്പമായിട്ട് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുകയുള്ളൂ. യാഫേത്ത് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് അവർ സീഫെയറേഴ്സ് ആയിരുന്നു. അവർ തിരഞ്ഞെടുത്ത അവരുടെ പ്രദേശങ്ങൾ കടൽ തീരങ്ങളായിരുന്നു. കടൽ തീരങ്ങളിലേക്ക് പ്രവേശിച്ച് അവരുടെ ജനസംഖ്യ, യാഫേത്തും യാഫേത്തിൻ്റെ മക്കളും, അവരെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന കൊക്കേഷ്യൻസ് എന്ന് പറയുക, വെള്ളക്കാരെന്ന് പറയും. ഈ വെള്ളക്കാരാണ് ഈ യാഫേത്തിൻ്റെ മക്കൾ. അവരുടേതായ രീതിയിൽ ദൈവം കൊടുത്ത കഴിവുകൾക്കനുസരിച്ച് അവർ വർദ്ധിക്കുകയും ഒരുപാട് സാമ്രാജ്യങ്ങൾ പണിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈജിപ്ഷ്യൻ സംസ്കാരം അറിയാം, ഈജിപ്ഷ്യൻ സാമ്രാജ്യം, അതിനുശേഷം അസീറിയയുടെ സാമ്രാജ്യം, തുടർന്ന് ബാബിലോണിയൻ സാമ്രാജ്യം, അതിനുശേഷം മീഡോ പേർഷ്യൻ സാമ്രാജ്യം, അതിനുശേഷം ഗ്രീക്ക് സാമ്രാജ്യം, യവന സാമ്രാജ്യം, തുടർന്ന് അവരെ തോൽപ്പിച്ച് റോമാ സാമ്രാജ്യം വന്നു. ആ റോമാ സാമ്രാജ്യത്തിന് മൊത്തമായിട്ടൊരു അവസാനം വന്നിട്ടില്ല, അത് തുടരുകയാണ്. ഇനിയാണ് ഈ റോമാ സാമ്രാജ്യത്തെ കീഴടക്കി കല്ലുമ്മിൽ തൊടാത്ത കല്ല് വന്ന്, അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവോടുകൂടി സംഭവിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സാമ്രാജ്യങ്ങളെയൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഷേമിൻ്റെ സാമ്രാജ്യം, യാഫേത്തിൻ്റെ സാമ്രാജ്യം, ഹാമിൻ്റെ സാമ്രാജ്യം, ഈ നോഹയുടെ പുത്രന്മാർ സ്ഥാപിച്ച സാമ്രാജ്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ യാഫേത്ത് ഒരുപാട് വർധന ഉണ്ടായിട്ടുള്ള ഒരു സമൂഹമാണ്. വെള്ളക്കാർക്ക് ധാരാളം വർധന ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 1517 നവീകരണ പ്രസ്ഥാനം, മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ, റോമൻ കത്തോലിക്ക പുരോഹിതനും വഴിയുണ്ടായ പ്രൊട്ടസ്റ്റൻറ്റിസം, അതിൻ്റെ വർധനയോടുള്ള ബന്ധത്തിൽ യൂറോപ്പ് മുഴുവനും തുടർന്ന് ലോകം മുഴുവനും അത് പ്രചരിക്കാനിടയായി. അതിന് പ്രധാനമായിട്ടും ഈ വെള്ളക്കാരെയാണ് ദൈവം ഉപയോഗിച്ചത്. നമുക്കറിയാം, സ്പെയിൻകാർ ലാറ്റിൻ അമേരിക്കയിൽ പോയി അത് മുഴുവൻ ഇന്നും റോമൻ കാത്തലിക് വ്യക്തികളായി തുടരുകയാണ്.
അതുപോലെ തന്നെ പോർട്ടുഗീസുകാർ നമ്മുടെ ഇന്ത്യയിൽ വന്നതും ഡച്ചുകാർ ഇന്ത്യയിൽ വന്നതും ബ്രിട്ടീഷുകാരുടെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം, അതിൻ്റെ ഭാഗമാണ് ഇന്നുമുള്ള കോമൺവെൽത്ത്. അപ്പോൾ ഇവരൊക്കെ വഴി ഇവരെല്ലാം വെള്ളക്കാരാണ്, ജേഫത്തിൻ്റെ ആൾക്കാരാണ്. എന്നാൽ ഒരുപാട് മിക്സ്ചർ വിവാഹം വഴിയും അല്ലാതെയും യുദ്ധങ്ങൾ വഴിയൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുള്ള വാസമാണ്. എങ്കിലും ദൈവവചനപ്രകാരം ഇങ്ങനെ ഒരു വലിയൊരു വർധന ഉള്ള ഒരു സമൂഹമാണ് ഈ വെള്ളക്കാരുടെ സമൂഹം, ജേഫത്തിൻ്റെ മക്കളുടെ വർധന. അത് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു വാഗ്ദാനമാണ്. അത് നോഹയുടെ ഒരു പ്രവചനമായിട്ട് നമുക്ക് കണക്കാക്കാം. അതുമാത്രമല്ല, അവൻ എന്ന് പറഞ്ഞാൽ യാഫേത്ത്, അവൻ്റെ വംശാവലിയും ഷേമിൻ്റെ കൂടാരങ്ങളിൽ വസിക്കും. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രക്രിയ അതാണ്. അത് നിങ്ങൾ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അമേരിക്ക എന്തുകൊണ്ടാണ് ഇത്ര ശക്തമായിട്ട് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം 1517 നവീകരണത്തിന് ശേഷം ഇംഗ്ലണ്ടിൽ അത്ഭുതകരമായ രീതിയിൽ ആംഗ്ലിക്കൻ ചർച്ച് ഉണ്ടായത്. ആംഗ്ലിക്കൻ ചർച്ച്, ഈ ആംഗ്ലിക്കൻ ചർച്ചിൽ റോമൻ കത്തോലിക്കയായിട്ട് നമ്മൾ തുലനപ്പെടുത്തുമ്പോൾ ഈ റോമൻ കത്തോലിക്ക സഭയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, അതിൽ ഒരുപാട് കാര്യങ്ങളും ഇന്നും അന്നും ആംഗ്ലിക്കൻ ചർച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഈ റോമൻ കത്തോലിക്ക സഭയിലെ ദുരുപദേശങ്ങളും ദുരാചാരങ്ങളും മാറ്റുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച ആംഗ്ലിക്കൻ സഭയിലെ ഒരു കൂട്ടം ആൾക്കാരാണ് പ്യൂരിറ്റൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. പ്യൂരിറ്റൻസ് അവർ ആംഗ്ലിക്കൻ ചർച്ചിനെ പ്യൂരിഫൈ ചെയ്ത് ശരിയായിട്ടുള്ള വേദപുസ്തക പ്രകാരമുള്ള സഭയായിട്ട് മാറ്റണം എന്ന് ആഗ്രഹിച്ച, ഉപദേശങ്ങളിലും അതിൻ്റെ ആചാരങ്ങളിലും വ്യത്യാസം വരുത്താൻ ആഗ്രഹിച്ച ഒരു കൂട്ടരാണ്. അവർക്ക് അതിശക്തമായ പ്രശ്നങ്ങളുണ്ടായി ഇംഗ്ലണ്ടിൽ. അവിടെ നിന്ന് അവർ പലായനം ചെയ്ത് ഒരു രാജ്യം സ്ഥാപിക്കാനും സ്വതന്ത്രമായിട്ട് ദൈവത്തെ ആരാധിക്കാനും ഉള്ള ഒരു പിൽഗ്രിംസ് അമേരിക്കയിലേക്ക് പോവുകയുണ്ട്. അങ്ങനെയാണ് അമേരിക്ക സ്ഥാപിതമാകുന്നത്. അതിനുശേഷം അവർ രാഷ്ട്രമായ 1880-കളിൽ അവർ 1876 റോമൻ രാഷ്ട്രമായി തീർന്നു. അപ്പോൾ അവർ ഈ ജുഡിയോ ക്രിസ്ത്യൻ അടിസ്ഥാനത്തിലാണ് അവരുടെ രാജ്യം അവർ പണിതിരിക്കുന്നത്, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ധാരാളം വർഷങ്ങളായിട്ട് സോഷ്യലിസവും ലിബറലിസവും ദൈവമില്ലാത്ത ഒരുപാട് ആശയങ്ങളും ദൈവവചനത്തെ മാറ്റി നിർത്തുന്ന ആശയങ്ങളും കടന്ന് അന്ന് വളരെ പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണ്. അതിൽ ഏറ്റവും കഴിഞ്ഞ 4 വർഷത്തെ ഭരണമാണ് ഏറ്റവും മോശമായ മരണമെന്നാണ് ഇന്നത്തെ പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപിൻ്റെ അഭിപ്രായം. അതിനെല്ലാം മോചനം വരുവാൻ തക്കവണ്ണം 2025 ഒരു മാറ്റം ദൈവം കൊണ്ടുവന്നതാണ്. അതിന് ഡൊണാൾഡ് ട്രംപ് അതിന് നേതൃത്വം വഹിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ് പീസ്, പ്രോസ്പെരിറ്റി ആൻഡ് സെക്യൂരിറ്റി. അതിനുവേണ്ടി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിൽ ഷേമിൻ്റെ കൂടാരത്തിൽ ധാരാളം വസിക്കാൻ തക്കവണ്ണമുള്ള കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്നത്. അപ്പോൾ അത് നിങ്ങളെന്ന് ഓർമ്മിപ്പിക്കാൻ തക്കവണ്ണം ദൈവം മനുഷ്യരുടെ ചരിത്രത്തിൽ, മനുഷ്യജീവിതത്തിൽ കടന്നു വന്ന് തൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളിൽ നമുക്ക് നല്ലൊരു അവസരം ദൈവം നൽകുകയാണ്, കൃപയുടെ അവസരങ്ങൾ നൽകുകയാണ് എന്ന് ഞാൻ നിങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു സുവിശേഷകനായതുകൊണ്ട് അതിൽ ഈ രാഷ്ട്രീയവും ഇന്ന് ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഓർപ്പിക്കാൻ തക്കവണ്ണം യാഫേസിൻ്റെ ദൈവം, ഷേമിൻ്റെ ദൈവവും അവർ തമ്മിലുള്ള ആ ബന്ധങ്ങൾ ഇന്ന് വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇസ്രായേലും അമേരിക്കയും തമ്മിൽ അഗാധമായ ബന്ധമുണ്ട്. ഏറ്റവും ശക്തമായ ബന്ധം അവിടെയാണ്. എന്നാൽ ഇന്ന് അത് ഈ ഷേമിൻ്റെ മക്കൾക്കും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഷേമിൻ്റെ മക്കൾ ആരൊക്കെയാണ്? മിക്കവാറും ഈ അറബ് എന്ന് പറയുന്ന അറബി ഭാഷ സംസാരിക്കുന്നവർ, അവർ ഈ ഷേമിൻ്റെ മക്കളാണ്.
ആണ് മിക്കവാറും തന്നെ അറേബ്യൻ പെനിൻസുലയിൽ കുടിയേറി പാർത്തത്. അവരുടെ ഒരു കൂട്ടമാണ് ഈ സൗദി അറേബ്യയും മറ്റുള്ള രാഷ്ട്രങ്ങളും. ഞാൻ അങ്ങനെ വളരെ ചരിത്രകരമായിട്ട് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ കൂടി ഇന്ന് നമ്മൾ കാണുന്ന ഈ സമകാലിക ലോകത്തിൽ ഇങ്ങനെ വലിയ ദൈവത്തിൻ്റെ പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തെ ദൈവിക തലത്തിൽ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ദൈവവചനം പറയുന്ന ക്രിസ്തുവിൻ്റെ അടിസ്ഥാനത്തിൽ നാം അതിനെ പരിവർത്തനപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അതനുസരിച്ച് നമ്മൾ ഇന്നത്തെ ലോകത്തിൽ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ജീവിതവും അതനുസരിച്ചായിരിക്കും എന്നൊക്കെ വേണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് മെയ് 14 മെയ് 14 ദൈവത്തിൻ്റെ ചരിത്രത്തിൽ, ദൈവത്തിൻ്റെ കലണ്ടറിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. AD 70 ദൈവവചനത്തിൻ്റെ നിവൃത്തിയായി റോമ പട്ടാളം വന്ന് ഇസ്രായേൽ ജെറുസലേമിലുള്ള മനോഹരമായ ആ ദേവാലയം തകർക്കുകയും യഹൂദന്മാർ ഒരു 100% എന്ന് പറയാൻ തക്കണം എല്ലാം ലോകമെമ്പാടും ചിതറിക്കപ്പെടുകയും ചെയ്തു. ഇത് ചരിത്ര വസ്തുതയാണ്. AD 70 സംഭവിച്ച കാര്യമാണ്. എന്നാൽ 1948 മെയ് 14 അവർ രാഷ്ട്രമായി തീർന്നു. ഇന്ന് അതിശക്തമായ ഒരു രാഷ്ട്രമായി തീർന്നിരിക്കുകയാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിലെ, ദൈവത്തിൻ്റെ കലണ്ടറിലെ പ്രധാനപ്പെട്ട ജലരേഖകളാണ്. അത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു സമയത്ത് ഒരു വശത്ത് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ശേമും യാഫേത്തും അവർ കൂടെ വസിക്കുകയാണ്. അവരുടെ കൂട്ടായ്മ വർദ്ധിച്ചു വരികയാണ്. അവരുടെ സമാധാനവും സമൃദ്ധിയും അവരുടെ സംരക്ഷണവും അത് വളർന്നു വരികയാണ്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ഏറ്റവും ശക്തമായ അടയാളം അതിന്ന് ശക്തമായ ഒരു രാജ്യമായി തീർന്നിരിക്കുകയാണ്. ഈ ഇസ്രായേലൈറ്റ്സും അറബികളും രണ്ടുപേരും ശേമിൻ്റെ മക്കളാണ്. നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ പിൽക്കാലങ്ങളിൽ ശേമിൻ്റെ ദൈവം, യാഫേത്തിൻ്റെ ദൈവം അതിൽ നിന്ന് മാറി പല മതങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടായിത്തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ദൈവത്തെങ്കിലേക്ക്, ഈ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക്, ഈ ദൈവത്തിൻ്റെ വചനത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവിൻ്റെ കാലമാണ് ഇതെന്ന് ഞാൻ ആഗ്രഹിക്കാൻ. ഒരു രാഷ്ട്രീയ പ്രതിനിധി എന്ന നിലയിൽ, ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ എന്നുള്ള നിലയിൽ പലർക്കും അത് വ്യക്തമായി പറയാനുള്ള വേദികൾ കുറവാണ്. ഒരു രാജ്യത്തിൻ്റെ തലവൻ വേറൊരു രാജ്യത്ത് പോയി അവരുടെ ജീവിത രീതിയും അവരുടെ സംസ്കാരവും അവരുടെ ദൈവവും അവരുടെ പ്രവാചകന്മാരും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. എന്നാൽ ശരിയായിട്ടുള്ള ദൈവവും ദൈവവചനവും ദൈവത്തിൻ്റെ പ്രവാചകന്മാരുമുള്ള ഈ രണ്ട് വ്യക്തികൾ രണ്ട് രാജ്യത്തെ പ്രതിനിധീകരിക്കുമ്പോൾ അവിടെ ഒരുപാട് പരിമിതികളുണ്ട്. എന്നാൽ ദൈവവചനം പ്രസംഗിക്കുന്ന എനിക്ക് അതിൻ്റെ ആ പരിമിതി ഇല്ല. എനിക്ക് ദൈവത്തിൽ നിന്നുകൊണ്ട് ദൈവവചനം പ്രസംഗിക്കാനുള്ള അവകാശവും അനുവാദവുമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സമകാലികമായിട്ടുള്ള കാര്യങ്ങൾ ഇസ്രായേൽ ശേമിൻ്റെ മകനായ അബ്രാഹാമിൻ്റെ മകനായ ദാവീദിൻ്റെ പുത്രനായ ആ വംശാവലിയാണ് 12 ഗോത്രപിതാക്കന്മാരുള്ള ഇസ്രായേൽ ഇന്ന് വളരെ അതിശക്തമായി വന്നിരിക്കുകയാണ്. അപ്പോൾ യാഫേത്തും വെള്ളക്കാരും, ഞാൻ ഉദ്ദേശിക്കുന്ന അമേരിക്കയാണ്, അവരും, എന്നാൽ ഇന്ന് അമേരിക്കയിൽ എല്ലാ നിറത്തിലുള്ള ആൾക്കാരും ഉള്ള ഒരു രാജ്യമാണ്. എന്നാൽ അവരുടെ വൈസ് പ്രസിഡൻ്റായ വാൻസിൻ്റെയൊക്കെ ചില പ്രസംഗങ്ങൾ, നമ്മൾ യൂറോപ്യൻ പ്രസംഗങ്ങൾ കേട്ടു. അദ്ദേഹം പറഞ്ഞു, നമ്മൾ എന്തിനെയാണ് ഡിഫെൻഡ് ചെയ്യേണ്ടത്? പുള്ളി പറഞ്ഞു, നമ്മുടെ മൂല്യങ്ങൾ, ജുഡിയോ ക്രിസ്ത്യൻ വാല്യൂസ്, അതിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യണം, അതിനെയാണ് നമുക്ക് സെക്യൂരിറ്റി ആയിട്ട് എടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സമകാലികമായിട്ടുള്ള കാര്യങ്ങൾ, ഇസ്രായേലിൻ്റെ ജന്മദിനം 1878 വർഷങ്ങൾക്ക് ശേഷം, AD 70 മുതൽ 1941 വരെ, സാധാരണ അരിത്മെറ്റിക് അനുസരിച്ച് 1878 വർഷങ്ങൾക്ക് ശേഷം
ദൈവം തൻ്റെ രാഷ്ട്രത്തെ വീണ്ടും ശക്തമാക്കിയിരിക്കുകയാണ്. അതോ ചുറ്റുമുള്ളത് അറബി രാജ്യങ്ങളാണ്. ഒരു വളരെ ശക്തമായ, എല്ലാവരും അറബികളല്ല കേട്ടോ, അവരായിത്തീർന്നതാണ്. ഈജിപ്ഷ്യൻസ് ഹാമിൻ്റെ മക്കളാണ്. മിസ്രൈമും പൂട്ടും ആ നോർത്തേൺ ആഫ്രിക്ക മുഴുവൻ അത് ഹാമിൻ്റെ മക്കളാണ്. എന്നാൽ ഷേമിൻ്റെ മക്കൾ അറബ്സും ഇസ്രായേലേഴ്സൊക്കെയാണ്. അപ്പം അങ്ങനെ വളരെ ശക്തമായ ഒരു കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാലാരിവട്ടം ബൈബിൾ ചർച്ചിനെ സംബന്ധിച്ചിടത്തോളവും ഈ മെയ് 14 പ്രധാനപ്പെട്ട ദിവസമാണ്. ഇസ്രായേലിൻ്റെ ജന്മദിനം, ഇൻഡിപെൻഡൻസ് ഡേ മാത്രമല്ല, ഞങ്ങളുടെ സഭയിൽ ആദ്യമായി നടന്ന വിവാഹവും ഇന്ന് തന്നെയാണ്. 12 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ വിവാഹം നടന്നത് ഈ ദിവസമാണ്. അത് ഈ ഓർമ്മയ്ക്കായിട്ട് കൂടി ഞങ്ങൾ ചെയ്തു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ സമകാലിക സംഭവങ്ങൾ, ഇസ്രായേലിൻ്റെ തിരിച്ചുവരവ്, രാഷ്ട്രമായി ശക്തമായ രാഷ്ട്രമായി തീർന്നു. സമാധാനത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും സുരക്ഷയ്ക്ക് വേണ്ടി ഇന്ന് ലോകം ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന US പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ച് നമ്മുടെ ജീവിതത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും സംസാരത്തിലും നമ്മുടെ പ്രത്യാശയിലും നാം മുഴുകണം എന്ന് ഓർക്കുകയാണ്. മൂന്നാമതായിട്ട് നാം പഠിച്ചു വരുന്ന ആത്മീയ ജീവിതത്തെക്കുറിച്ചാണ്. ആത്മീയ ജീവിതം, ക്രൈസ്തവ ജീവിതം. ഞാനതിനെക്കുറിച്ച് ധാരാളം പഠിപ്പിക്കുകയുണ്ടായി. എന്നാൽ അതിൻ്റെ ഹെഡ്ലൈൻസൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആരംഭം ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ വെള്ളം തെളിക്കുമ്പോഴല്ല, ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ വെള്ളത്തിൽ മുക്കുമ്പോഴും അല്ല. അവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച മരണത്തെക്കുറിച്ചും അടക്കത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചും കേട്ട് അവൻ ദൈവപുത്രനാണ്, അവൻ മശീഹായാണ്, അവൻ പാപപരിഹാരകനാണ്, അവനിൽ മാത്രമാണ് രക്ഷ എന്ന് കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവനിൽ പ്രചോദനം നൽകി അവനെ പഠിപ്പിച്ച് അവൻ വിശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റമാണ്. ആ ദിവസം മുതൽ, ആ നിമിഷം മുതൽ, ആ മാത്രം മുതൽ അവൻ്റെ ക്രൈസ്തവ ജീവിതം ആരംഭിക്കുകയാണ്. ഈ ക്രൈസ്തവ ജീവിതത്തിൽ വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ധൈര്യമാണ്. നമ്മൾ ഭീരുക്കളായിരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ രക്ഷിച്ചവൻ ഏറ്റവും ശക്തനാണ്. കർത്താവ് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ എത്രയോ ശക്തനായ ഒരു വ്യക്തിയാണ്. അവൻ്റെ 19-ാം അധ്യായത്തിൽ കർത്താവ് യേശു ക്രിസ്തു വെള്ളക്കുതിര വരുമ്പോൾ കർത്താതും ദി കിങ് ഓഫ് കിങ്, രാജാതിരാജാവും കർത്താവുമായ കർത്താവ് വെള്ളക്കുതിരയിൽ വന്ന് അർമദോൺ യുദ്ധത്തിൽ അവിടെ വലിയ അവസാന യുദ്ധത്തിൽ ജയിച്ച് അവൻ രാജ്യം സ്ഥാപിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ ജീവിക്കാൻ തക്കവണ്ണം, ഭയമില്ലാതിരിക്കാൻ തക്കവണ്ണം ഒരുപാട് ദൈവത്തിൻ്റെ ശക്തമായ വാഗ്ദാനങ്ങളും ശക്തമായ സാന്നിധ്യവും നമ്മുടെ കൂടെയുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഭയത്തെക്കുറിച്ച് വായിക്കുമ്പോൾ ഞാനത് എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ അതിനെ സെർച്ച് നടത്തിയപ്പോൾ നമുക്ക് പഴയ നിയമത്തിലും ഈ ഭയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് പഠിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദൈവം ഇസ്രായേലിനെ 400 വർഷത്തെ അടിമത്തത്തിന് ശേഷം മിസ്രൈമിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ 9 അത്ഭുതങ്ങൾ ചെയ്ത് ആടിൻ്റെ രക്തം എടുത്ത് കുറുമ്പടിയിലും അത് ഡോർ പോസ്റ്റിലൊക്കെ പൂശി ചെങ്കടൽ കടന്ന് അവരെ വീണ്ടെടുക്കുകയുണ്ടായത്. അതിനുശേഷം അവർക്ക് ന്യായപ്രമാണം കൊടുത്തു. അതിനുശേഷം അവരോട് പറഞ്ഞു, നിങ്ങൾ കാനാൻ ദേശം പിടിച്ചെടുക്കാൻ തക്കവണ്ണം യുദ്ധം ചെയ്യേണ്ടത് ആവശ്യമാണ്. യുദ്ധം ചെയ്തത് അവരാണ് എങ്കിലും അതിന് പുറകിൽ നിന്ന് അവർക്ക് വിജയം നൽകിയത് ദൈവമായി, യഹോവയായ ദൈവം തന്നെയാണ് എന്ന് ഓർപ്പിക്കാൻ ആഗ്രഹം. അതിനോടുള്ള ബന്ധത്തിൽ വായിക്കുമ്പോൾ ആവർത്തന പുസ്തകം അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം അവിടെ വായിക്കുന്നത്,
പ്രമാണികൾ പിന്നെയും ജനത്തോട് പറയേണ്ടത്, ആർക്കെങ്കിലും ഭയവും അധൈര്യവും ഉണ്ടെങ്കിൽ അവൻ തൻ്റെ ഹൃദയം പോലെ സഹോദരൻ്റെ ഹൃദയവും ധൈര്യം കെടുത്താതിരിക്കേണ്ടതിന് വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. ഇവിടെ യുദ്ധം ചെയ്യാൻ തക്കവണ്ണം പട്ടാളക്കാരെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ആരെയാണ് ഈ ജയത്തിന് വേണ്ടി, യഹോവയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനായിട്ട്, യഹോവയുടെ ബലത്തിൽ മുന്നോട്ട് പോകാൻ തക്കവണ്ണം ആരെയാണ് ദൈവം ഉദ്ദേശിച്ചത്? അതിലെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട പ്രമാണമാണ് ആവർത്തന പുസ്തകം 20-ാം അധ്യായത്തിലുള്ളത്. ഒരു വ്യക്തി വിവാഹം കഴിച്ചു, പുതിയ മധുവിധ ആഘോഷിക്കുന്ന ആൾക്കാരൻ, അവന് യുദ്ധത്തിന് പോകേണ്ട ആവശ്യമില്ല. ഒരു വ്യക്തി ഒരു വീട് പണിതു, അത് താമസം തുടങ്ങിയിട്ടില്ല, അവന് യുദ്ധത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ പല പ്രമാണങ്ങളും അനുസരിച്ചാണ് ഇന്നും ഇസ്രായേൽ തൻ്റെ ആർമിയിലേക്ക് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഭയമുള്ളവരും അധൈര്യമുള്ളവരും ഇതിനാവശ്യമില്ല. ഇന്നത്തെ ഈ ടെററിസ്റ്റുകളെയും ദുഷ്ടന്മാരെയും അഭിമുഖീകരിക്കാനായിട്ട് ദൈവത്തിലുള്ളൊരു ധൈര്യം നമുക്ക് ആവശ്യമാണ്. അതില്ലാത്തവർ ഈ പണിക്ക് പോകരുത് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പട്ടാളത്തിലേ. അതുകൊണ്ട് നമുക്കുള്ള യുദ്ധം, ഈ ആത്മീയ പോരാട്ടം, ഭൗതികമായ പോരാട്ടം, നമ്മുടെ മാനസികമായ പോരാട്ടം, എല്ലാ പോരാട്ടത്തിലും നമുക്ക് ധൈര്യം ഇല്ല എങ്കിൽ, ഭീരുക്കളാണ് എങ്കിൽ അവൻ യോഗ്യനല്ല, ക്രിസ്തീയ ജീവിതത്തിന് യോഗ്യനല്ല. ഇന്ന് പല ജീവിതങ്ങളും നമ്മൾ എന്തുകൊണ്ട് അവർ ഈ സത്യസുവിശേഷം കേട്ടിട്ടും ദൈവത്തിൻ്റെ വചനം നമ്മുടെ കയ്യിലും മടിയിലും ഉണ്ടായിരുന്നിട്ട് പോലും, ഈ പുസ്തകമുണ്ട് നമ്മുടെ കയ്യിൽ, ഇത് വായിക്കാനോ അത് മനസ്സിലാക്കുവാനോ ആ ക്രിസ്തുവിൽ വിശ്വസിക്കുവാനോ അങ്ങനെ ധൈര്യമുള്ളവരായിരിക്കാൻ പറ്റാത്ത വിധം അധൈര്യമുള്ളവർ മാത്രമല്ല, ഭയമാണ് അവരുടെ നേതൃത്വത്തിൽ ഭയമാണ്. അവർ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു കൂട്ടരെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഭയത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് വേണ്ടാത്തൊരു കാര്യമാണ്. ധൈര്യമുള്ളവരായിരിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ദൈവത്തെ അറിയണം, ദൈവവചനത്തിലെ വാക്യങ്ങൾ അറിയണം, അതിൽ നമ്മൾ ധൈര്യം പകർന്ന് നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മൾ നിലനിൽക്കാൻ ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലും ജഡ്ജസ് അതിൻ്റെ 7-ന്റെ 3-ാം വാക്യത്തിലും അവിടെ 7-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഇത് ഗിദിയോൻ്റെ കാലഘട്ടത്തിലാണ് ന്യായാധിപന്മാർ. ആകയാൽ നീ ചെന്ന് ആർക്കെങ്കിലും ഭയം ഭീരുത്വമുണ്ടെങ്കിൽ അവൻ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് ഞാൻ ജനത്തിൽ പ്രസിദ്ധപ്പെടുത്തുക എന്ന് കൽപ്പിച്ചു. എന്നാൽ ജനത്തിൽ 20,000 പേർ മടങ്ങിപ്പോയി. ദൈവം ഈ ഗിദിയോൻ്റെ നേതൃത്വത്തിൽ മിദ്യാനുമായിട്ട് യുദ്ധം ചെയ്യാൻ പോവുകയാണ്. അവിടെ പറയുകയാണ്, നീ ആരെയാണ് ഈ യുദ്ധത്തിന് കൊണ്ടുപോകേണ്ടത്? ഒരുപാട് ജനമുണ്ട്, 20,000 പേര് തിരിച്ചുപോയി. അതിൻ്റെ അർത്ഥം എത്രയോ വലിയൊരു ജനമാണ്. അപ്പോൾ ഇനി ഗിദിയോൻ യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ പറയും, ഞങ്ങൾ ആൾബലം കൊണ്ടാണ് ജയിച്ചതെന്ന്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നീ ഇത്രയും പേര് കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നീ ഒരു സെലക്ഷൻ നടത്തണം. അവർ വെള്ളം കുടിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. വെള്ളം കൊണ്ട് ദൂരത്തേക്ക് പോകുമ്പോൾ നമ്മൾ അണച്ച് വെള്ളം കുടിക്കാൻ പോകും. അപ്പോൾ പട്ടിയെ പോലെ വെള്ളം കുടിക്കുന്നവർ എല്ലാത്തിനും തിരിച്ചയക്കണം. എന്നാൽ കയ്യിൽ ഇത്രയും ദൂരം നടന്ന് കഷ്ടപ്പെട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് കയ്യിൽ വെള്ളമെടുത്ത് വെള്ളം കുടിക്കുന്നവരെ നീ യുദ്ധത്തിന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അതിൽ 300 പേരെ ഉണ്ടായിരുന്നുള്ളൂ. വേദത്തിലുള്ള കാര്യങ്ങളാണ്. ഇന്നും മിലിറ്ററിയിൽ ഈ പ്രമാണം ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ യുദ്ധത്തിന് നേരിട്ട് പോകുന്ന ആൾക്കാരിൽ അതീവ ശക്തന്മാർ മാത്രമാണ് മുന്നോട്ട് അയക്കുന്നത്. അതീവ ശക്തന്മാരായിട്ടുള്ള അവരെ ഓടിച്ച് കഷ്ടപ്പെടുത്തി അവസാനം നോക്കും ഇവൻ ഈ വെള്ളം എങ്ങനെയാണ് കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിശക്തന്മാർ ആയിട്ടുള്ള ധൈര്യമുള്ളവരെയാണ് അവർ, മനധൈര്യമുള്ളവരെയൊക്കെയാണ് യുദ്ധത്തിന് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഭീരുക്കളെ തിരിച്ചയക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 23 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു ഭീരുക്കളെ കാണാം. അത് നമ്മുടെ അപ്പസ്തോലന്മാരായി തീർന്ന 12 ശിഷ്യന്മാരാണ്. യേശുക്രിസ്തു 12 ശിഷ്യന്മാരാണ്. അവർ ബോട്ടിൽ കൂടെ കടന്നു പോവുകയാണ്. ഭയങ്കര ഓളം ഉണ്ടായി. അവിടെയും അവരോട് ചോദിക്കുന്നുണ്ട്,
കർത്താവ് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഭീരുക്കളായി തീർന്നു? ഞാനിവിടെ ഇല്ലേ? അപ്പോൾ യേശുക്രിസ്തു കർത്താവിലും അവൻ അമിത ബലത്തിലും നമ്മൾ ആശ്രയിക്കണം. അതാണ് നമ്മുടെ വിജയ രഹസ്യം, അതാണ് നമ്മുടെ ധൈര്യം. അല്ലെങ്കിൽ നമ്മൾ ഭീരുക്കളായി തീരുവാൻ ആഗ്രഹവും തീരും. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം, അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നിങ്ങൾ കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 23 27 വരെ. അവൻ ഒരു പടകിൽ കയറിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ കടലിൽ വലിയ ഓളം ഉണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. അവനോ ഉറങ്ങുകയായിരുന്നു. അവർ അടുത്ത് ചെന്ന്, കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു അവനെ ഉണർത്തി. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത്? അപ്പോൾ ഭീരു എന്നുള്ള ആ വാക്ക് അവിടെ പ്രധാനപ്പെട്ടതാണ്. ധൈര്യത്തിനെതിരായിട്ടുള്ള ഭീരുത്വം, ഭയം. നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. എന്നാറെ ആ മനുഷ്യർ അതിശയിച്ചു, ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതാണ് നമ്മളുടെ ബലം. കർത്താവായ യേശു ക്രിസ്തുവിനെ, ദൈവത്തെ, ദൈവപുത്രനെ ശരിയായിട്ട് മനസ്സിലാവൻ ആരാണ് എന്ന്. ജനിച്ചപ്പോൾ അവർ പുൽത്തോഴത്തിലാണ് ജനിച്ചത്, മരിച്ചപ്പോൾ കാലുവരി ക്രൂശിലാണ് മരിക്കപ്പെടുന്നത്. എന്നാൽ ഇന്ന് ജയാളിയായിട്ട് പുനരുദ്ധാന ശരീരത്തോടു കൂടി സ്വർഗത്തിലെ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ശക്തനായ വ്യക്തിയാണ് നമ്മുടെ കർത്താവ് എന്ന് നിങ്ങളെ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലും ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിലും വെളിപാട് പുസ്തകം 21-ാം അധ്യായം വായിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വെളിപാട് പുസ്തകത്തിൻ്റെ 21-ാം അധ്യായം, ഇത് നമ്മുടെ ഇന്നത്തെ ലോക ചരിത്രത്തിൻ്റെ അവസാനമായിരിക്കും. അതിന് ശേഷം, അന്ത്യന്യായവിധിക്ക് ശേഷം, പുതിയ ആകാശവും പുതിയ ഭൂമിയും എല്ലാം പുതിയതാക്കി ദൈവത്തോടുള്ള വാസത്തിൻ്റെ ദിവസങ്ങളായിരിക്കും. 21-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം അതിപ്രകാരമാണ് വായിക്കുന്നത്. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ബോഷ്ക്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്തരെ. അത് 2-ാം മരണം. അപ്പോൾ ഈ 2-ാം മരണത്തിലേക്ക്, അന്ത്യന്യായവിധിയിലുള്ള അവസാനത്തെ ന്യായവിധിയിൽ ആരൊക്കെയാണ് ചെന്നപ്പെടുന്നത്? അതിൻ്റെ ഒരു വിഭാഗം ആൾക്കാർ ഭീരുക്കളെന്ന് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഭീരുക്കളായി ജീവിക്കാതെ ദൈവത്തിലും അവൻ്റെ അമിത ബലത്തിലും നമ്മൾ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചതിൻ്റെ കാരണം അതുതന്നെയാണ്. ഒരിക്കൽ കൂടി 6:10 ഓർപ്പിക്കാൻ ആഗ്രഹിക്കും. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അതാണ് നമുക്കുള്ള ധൈര്യം, അതാണ്. എന്നാൽ സാത്താനെയും അവൻ്റെ തന്ത്രങ്ങളെയും അടിപ്പെട്ട് അതിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ, അത് ഒട്ടും നല്ല കാര്യമല്ല. അതിൻ്റെ ക്ലാസ്സിനോട് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സമകാലിക ചരിത്രം, ദൈവവചനത്തിൻ്റെ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഇന്ന്. അതുപോലെ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച മെയ് 14-ാം തീയതി ഏറ്റവും ശക്തമായ ഒരു അടയാളമാണത്. നമുക്ക് നോക്കി കാണാൻ പറ്റിയ ഒരു അടയാളമാണ്. ദൈവം ഇസ്രായേലിനെ എങ്ങനെ കാക്കുന്നു. ഇനി അവരുടെ കഷ്ടകാലം വരുന്നുണ്ട്, മഹോപദ്രവകാലം വരുന്നുണ്ട്. എങ്കിലും അത് നമുക്കൊരു അടയാളമായി ദൈവം നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ തുടങ്ങിയിട്ടില്ല എങ്കിൽ യേശുക്രിസ്തു നിങ്ങൾ ആരംഭിക്കണം. നിങ്ങൾ ധൈര്യമുള്ളവരായിട്ട് കർത്താവിന് വേണ്ടി ജീവിക്കണം. നമ്മൾ പഠിച്ചതുപോലെ ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഡു ഓൾ ഫോർ ദി ഗ്ലോറി ഓഫ് ഗോഡ്. തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും അത് ദൈവമോഹത്തിനായിട്ട് ചെയ്യുക. നമുക്ക് വേണ്ടി മരിച്ച കർത്താവിന് വേണ്ടി നാം ജീവിക്കുക. ഇന്ന് നമ്മൾ വായിച്ചതുപോലെ നമ്മൾ ഭീരുക്കളാകാതെ ധൈര്യമുള്ളവരെ കർത്താവിലും അവൻ്റെ ബലത്തിലും നമ്മൾ ആശ്രയിക്കുക. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ചിൻ്റെ ക്ലാസ് അവസാനിപ്പിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. സമകാലിക കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇസ്രായേലിനെ നോക്കി കർത്താവിൻ്റെ ചരിത്രം, കർത്താവിൻ്റെ
പ്ലാനും പദ്ധതിയും മനസ്സിലാക്കാൻ തൊക്കണം നിങ്ങൾ സഹായിക്കണമേ. ഞങ്ങൾ ക്രൈസ്തവ ജീവിതം ആരംഭിക്കുവാനും അതിൽ നിലനിൽക്കുവാനും ധൈര്യമുള്ളവരായിട്ട് മുന്നോട്ട് പോകുവാനും കർത്താവിലും കർത്താവിൻ്റെ അഭിമലവും ഞങ്ങൾക്ക് നൽകി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവിടുത്തെ സ്നേഹത്തിൽ ഞങ്ങളെ പൊതിയുകയും അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പൊതിയുകയും അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിൽ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലാകിയാൽ സ്വീകരിക്കണമേ സ്വർഗീയ പിതാവേ. നിങ്ങൾ ഈ വചനം കേട്ടതിനായിട്ട് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം. താങ്ക് യു.